നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇത് 10th ബോർഡ് എക്സാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഭോലി എന്നുള്ള ലെസൻ്റെ ഒരു സമ്മറിയാണ്. അപ്പം ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു ലെസനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോംസ് ആൻഡ് ഗീവ്സ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരാളെ ചേഞ്ച് ചെയ്യുന്നു, അയാൾക്ക് കറേജും ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കൊടുക്കുന്നു. ഭോലി എന്നുള്ള കഥ അങ്ങനെ ഒരു മെസ്സേജ് തരുന്ന സ്റ്റോറിയാണിത്. ഇത് സുലേഖ എന്നുള്ള ഒരു യങ് ഗേളിൻ്റെ സ്റ്റോറിയാണ്. അവളെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്തിരുന്നു, പക്ഷേ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവൾ ശബ്ദമുയർത്തുന്നു. ഈ സ്റ്റോറി ശരിക്കും ഇമോഷണൽ സെക്യൂരിറ്റിയും ഫാമിലി സപ്പോർട്ടും കുട്ടികൾക്ക് വേണം എന്നുള്ളത് ആണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ ഭോലിയെ പറ്റിയിട്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് എന്താണ്, അതല്ലെങ്കിൽ ഒരു കുട്ടിയെ ഇമോഷണലായിട്ട് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് എത്രത്തോളം ശരിയാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാവുന്നതാണ്. ഈ ഒരു സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത് ലവ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എൻകറേജ്മെൻറ്റ്, ഇതൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് ഒരു മെസ്സേജും കൂടി തരുന്നുണ്ട്. സുലേഖ എന്ന് പറയുന്നത് രാംലാൽ എന്ന വ്യക്തിയുടെ മകളാണ്. അവൾ വളരെ ചെറുതായിരിക്കുമ്പോൾ, ഏകദേശം 10 മാസം പ്രായമുള്ളപ്പോൾ കോർട്ടിൽ നിന്ന് വീണിട്ട് അവളുടെ ഒരു ബ്രെയിനിൻ്റെ പാർട്ടിന് ഡാമേജ് ഉണ്ടാകുന്നു. അതിനോടൊപ്പം അവളുടെ ബോഡി ഡിസ്ഫിഗേർഡ് ആവുന്നു. 2ാമത്തെ വയസ്സിൽ സ്മാൾ പോക്സ് വരുന്നതോടുകൂടി അവൾ ടോട്ടലി ഒരു അത്ര ഭംഗിയില്ലാത്തൊരു കുട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, സ്റ്റാമറിങ് ഉണ്ടാകുന്നു. സ്റ്റാമേർഡ് എന്ന് പറയുന്നത് വിക്കാണ് കേട്ടോ, സ്റ്റാമറിങ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് സ്റ്റാമറിങ് ഉണ്ടാകുന്നുണ്ട്. ചൈൽഡ്ഹുഡ് മുതലേ എല്ലാവരും അവളെ ഭോലി എന്നാണ് വിളിക്കുന്നത്. ഭോലി മീൻസ് സിമ്പിൾട്ടൺ. സിമ്പിൾട്ടൺ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത, ബുദ്ധിയില്ലാത്തൊരു കുട്ടി എന്നുള്ള അർത്ഥമാണത്. അപ്പോൾ ആ ഒരു ഭോലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക, സിമ്പിൾട്ടൺ. ഭോലി ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു ചൈൽഡായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. അവളുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ വെരി ഗുഡ് ലുക്കിംഗ് ആയതുകൊണ്ട് തന്നെ മാരേജ് ചെയ്ത് കൊടുക്കപ്പെട്ടു. സിസ്റ്റേഴ്സിനെ, ബ്രദേഴ്സിനെ സിറ്റിയിലെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. ഭോലി പക്ഷേ ഒരു എഡ്യൂക്കേഷനും കൊടുക്കാതെ അയാൾ വളർത്തുകയായിരുന്നു. തൊട്ടടുത്തൊരു പ്രൈമറി സ്കൂൾ വന്നപ്പോൾ ഭോലിയുടെ ഫാദർ, അദ്ദേഹം റവന്യൂ ഓഫീസറായിരുന്നു, അദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തിൻ്റെ മോളെ സ്കൂളിലേക്ക് ചേർക്കേണ്ടായി, അതായത് ഭോലിയെ സ്കൂളിൽ ചേർക്കേണ്ടായി. അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, അച്ഛനും താല്പര്യം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ ഫോഴ്സ് കൊണ്ടാണ് ശരിക്കും അദ്ദേഹം സ്കൂളിലേക്ക് ചേർക്കുന്നത്. അത് ഭോലിയുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അവളുടെ ടീച്ചർ അവളെ സംസാരിക്കാനായിട്ട് എൻകറേജ് ചെയ്തു. അവളോട് ദിവസം സ്കൂളിൽ വരാൻ പറഞ്ഞു. അവൾക്ക് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കിതെല്ലാം വായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. മറ്റുള്ളവരെ പോലെ തന്നെയാണ് നീയും എന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത ടീച്ചർ കൊടുത്തു. അപ്പം ഭോലി എങ്ങനെയാണ് ടീച്ചർ മാറ്റിയെടുത്തത് എന്നുള്ളതിന് ആൻസറാണ് ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ. അപ്പോൾ ടീച്ചർ എന്തുകൂടി അവളുടെ ലൈഫിൽ ഫില്ല് ചെയ്തു, ഹോപ്പ് കൂടി അവളുടെ ലൈഫിൽ ഫില്ല് ചെയ്തു. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ടൈം പാസ് ചെയ്യുന്നതോടുകൂടി, അതായത് അവളുടെ ചൈൽഡ്ഹുഡ് കഴിയുന്നതോടുകൂടി വില്ലേജ് സ്കൂള് പ്രൈമറി സ്കൂൾ ഹൈസ്കൂളായി മാറുന്നു. അവൾക്ക് അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ കിട്ടുകയും ചെയ്യുന്നു. ഭോലി മാരേജബിൾ ഏജ് ആകുമ്പോഴത്തേക്കും അവളുടെ ഫാദർ ബിഷംബർ എന്ന് പറയുന്ന ഒരാളുമായിട്ട് അവളുടെ വിവാഹം ഫിക്സ് ചെയ്യാണ്. ബിഷംബർ ശരിക്കും ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അയാൾക്ക് 50 ഇയർ ഓൾഡാണ് അയാളുടെ വയസ്സെന്ന് പറയുന്നത്. 50 വയസ്സാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. അയാൾക്ക് ചെറിയ ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അയാളുടെ ഭാര്യ, അയാൾ നേരത്തെ വിവാഹം കഴിച്ചിരുന്നു, അയാളുടെ ഭാര്യ മരിച്ചു പോയിരുന്നു. അയാളുടെ മക്കളൊക്കെ ഭോലിയേക്കാളും പ്രായം കൂടിയ മക്കളും അയാൾക്ക് ഉണ്ടായിരുന്നു. ഭോലിയോട് ചോദിക്കാതെയാണ് ഭോലിയുടെ അച്ഛൻ ഈ ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്നത്. ഭോലി ഒരിക്കലും ഒന്നും എതിർത്തിരുന്നില്ല. വിഷംബരമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് അവളും തയ്യാറെടുത്തു. പക്ഷേ ഭോലിയുടെ സിൽക്കൻ വെയിൽ, അതായത് മുഖത്തിരുന്ന മൂടുപടം ഉണ്ടല്ലോ, അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് വിവാഹത്തിന് മൂടുപടം യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിങ്ങനെ മാറ്റിയപ്പോൾ ഭോലിയുടെ മുഖം കണ്ടു. മുഖത്ത് നിറയെ പോക്ക് മാർക്സ് ഉണ്ടായിരുന്നു. പോക്ക് മാർക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 2 വയസ്സുള്ളപ്പോൾ അവൾക്ക് സ്മോൾ പോക്സ് വന്നിരുന്നു, അതിൻ്റെ മാർക്സ് മുഖത്തുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും ബിഷംബർനാഥിന് ഭോലിയെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭോലിയെ വിവാഹം കഴിക്കണമെങ്കിൽ അഡീഷണലായിട്ട് 5000 റുപ്പീസ് വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് രാംലാൽ എങ്ങനെയെങ്കിലും ആ കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ഭോലി അച്ഛനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതിനുള്ള റീസണായിട്ട് അവൾ പറഞ്ഞത് അയാൾ വയസ്സായതോ അതല്ലെങ്കിൽ അയാൾക്ക് ഈ മുടന്തുള്ളതോ ഒന്നുമല്ല അതിൻ്റെ റീസൺ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇയാൾ ഒരു അത്യാഗ്രഹിയായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ്, ഡൗറി ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ് എനിക്കയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതെന്ന് ഭോലി പറയുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അവളൊരു പ്രതിജ്ഞ, വോവ് മീൻസ് ഒരു പ്രതിജ്ഞ കൂടി എടുത്തു. അതായത് അവൾ
എന്താണ് അവൾ ടീച്ചറായി മാറുമെന്നും വയസ്സുകാലത്ത് തൻ്റെ പാരൻസിനെ അവൾ സെർവ് ചെയ്യുമെന്നും വയസ്സായ തൻ്റെ പാരൻസിനെ അവൾ സെർവ് ചെയ്യുമെന്നും അവൾ പറയുന്നുണ്ട്. തനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെ ഉള്ള ധൈര്യമുണ്ട് എന്ന് അവൾ വിളിച്ചു പറയാണ്. ഇതൊക്കെ എഡ്യൂക്കേഷൻ്റെ പവറാണ്. അപ്പം എഡ്യൂക്കേഷൻ്റെ പവറിനെ പറ്റിയിട്ടൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഈ ഒരു സമ്മറി തീർച്ചയായിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ ഒരു സിമ്പിളായിട്ടുള്ള സമ്മറി നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇതിലെ അഡീഷണൽ പോയിൻറ്റ്സ് നിങ്ങളുടേതായ ആൻസറിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഏത് ലെസൺ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക്